ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാണ് പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായി തലേ ദിവസം തന്നെ നമ്മൾ ഫ്ലെക്സ് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ എത്തിയത് ഫെമി ഫിറ്റ്നസ് ട്രിവാൻഡ്രമാണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മുടെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡും എല്ലാം നമ്മുടെ വണ്ടിയിൽ സ്റ്റോർ ചെയ്ത് ഇവിടെ നിന്ന് നേരെ ഇനി പാസഞ്ചറിനെ പിക്ക് ചെയ്ത് നേരെ വിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു തെന്മല തെങ്കാശി റൂട്ടാണ് ഇന്ന് പിടിക്കാൻ പോകുന്നത്. വൺ ഡേ ട്രിപ്പാണ്. മൊബീങ്കോക്കെയാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്ന വണ്ടിയുടെ സാരഥി. ഇതാണ് നമ്മുടെ വണ്ടി. അങ്ങനെ ആദ്യത്തെ പരിപാടിയായി നമ്മൾ ചിറമുക്ക് പാലം എത്തിയപ്പം കസ്റ്റമറിന് ഫുഡ് കഴിക്കാൻ നിർത്തി കൊടുത്തു. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഡലി സാമ്പാറാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തെന്മലയിലെത്തി. നമ്മൾ പണ്ട് സ്കൂൾ ട്രിപ്പ് പോകണ ഓർമ്മ വന്നത്. ഇത് സ്കൂൾ കുട്ടികളും ഞങ്ങൾ സാറുമാരും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് കൂടെ വന്നവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോയും എടുത്തു. പിന്നീടാണ് അതിൻ്റെ ചതി ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചറപറാന്ന് ഇവരെ ഫോട്ടോ എടുപ്പിക്കലായിരുന്നു. അവിടെ നിന്ന് മുകളിലുള്ള വ്യൂ ഒക്കെ കണ്ട് അതൊക്കെ നല്ല മനോഹരമായി നമ്മൾ ആസ്വദിച്ചു. ദൂരെ നിന്നൊരു ബോട്ട് വരുന്നതും കണ്ടു. മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് കാണുന്ന വ്യൂ ആണിത്. അവിടെ നിന്ന് തന്നെ നേരെ പോയി അടുത്തുള്ള ടിക്കറ്റ് കൗണ്ടർ കയറി അവിടെ നിന്നൊരു വണ്ടി എടുത്ത് നേരെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ റിസർവെയർ കാണാനുള്ള ഭാഗത്തേക്കാണ്. അപ്പോഴത്തേക്കൊരു ഊഞ്ഞാൽ കണ്ടപ്പം കയറി കിടന്ന ഒരാൾ ആടാൻ തുടങ്ങി. അതിനകത്ത് നേരത്തെ കണ്ട ബോട്ട് ചുറ്റിക്കറങ്ങുക. അവിടെ നിന്ന് ഇവരെന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. ഇവരെല്ലാം വഴി നിർത്തിയിട്ട് ഒരു ആട്ടിടേനെ പോലെ നാദർശ അവർക്ക് കാവൽ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഇവർക്ക് അങ്ങോട്ട് റീൽ ഷൂട്ടും തുടങ്ങി. 1-2 ടേക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നെ കൊണ്ടൊരു 10-15 ടേക്ക് ഇവരെടുപ്പിച്ചു. ഇവരെല്ലാവരും ഫിറ്റ്നസ് കീപ്പ് ചെയ്യണത് കൊണ്ടാണെന്നറിയത്തില്ല, ഇവരുടെ മൈൻഡ് സെറ്റൊക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. പിന്നെ അവർ ബസ്സിൽ കയറിയിട്ട് വീണ്ടും അവരുടെ ഡാൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇവർക്ക് എത്ര എനർജി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഒരു പിടിയില്ല. കുട്രാലത്തിൻ്റെ അടുത്ത് നിർത്തി ഇവർക്കുള്ള ഫുഡും കൊടുത്തിട്ട് കുട്രാലത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് തിരുമലൈ കോവിലിലാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിലെ ട്രെയിനറിൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ട് 600 പടി ഇവർ കയറാമെന്നങ്ങ് തീരുമാനിച്ചു. എങ്ങനെയായാലും കഷ്ടപ്പെട്ടായാലും അവർ മുകളിലെത്തി. അവിടെ എത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ അവർ വീണ്ടും തിരിച്ചിറങ്ങി. ആദ്യമായിട്ടാണ് ഒരു ക്യാബിനിലിരുന്ന് നമ്മളിങ്ങനെ വലിയ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. അതിനേക്കാൾ സന്തോഷമായിരുന്നു ഇതിനുള്ളിൽ അവരുടെ ഡാൻസ്. ഇനി വീടെത്തണവരെ അവർ അൺലിമിറ്റഡ് ആയിട്ട് ഡാൻസ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. തളരത്തില്ല എന്ന് കണ്ടറിയാം. ആ ഗ്യാപ്പിൽ നമ്മൾ നേരെ പോയി വണ്ടിക്ക് ഡീസൽ അടിക്കാൻ കയറി. തമിഴ്നാട്ടിലെ ഡീസലിന് 4 രൂപ കുറവാണല്ലോ. അതുകൊണ്ട് ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമ്മൾ നേരെ നാട് വിടുക. ബൈ.